പ്രിയമുള്ളവരെ, 2-3 വർഷങ്ങൾക്കുള്ളിൽ, അതായത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കും എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോക്രോച്ച് ജനതാ പാർട്ടി പാറ്റകളുടെ ഒരു ഉദ്ഭവമാണ്. ആ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമോ? ആ രാഷ്ട്രീയ പ്രസ്ഥാനമാവുകയാണെങ്കിൽ അവർ ആരോടൊപ്പം നിൽക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവർ നിൽക്കുന്ന ആ പക്ഷം അത് ശക്തമാകുമെന്നുറപ്പാണ്. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഏകദേശം 27% ആളുകൾ യുവജനങ്ങളാണെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അത് 15-നും 29-നും വയസ്സിന് അകത്തുള്ളവർ. അവരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശക്തി. ആ വോട്ടുകൾ എങ്ങോട്ട് മറിയും, അത് ഇന്ത്യയുടെ ഭരണഗതിയെ നിയന്ത്രിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 15 മുതൽ 29 കഴിഞ്ഞ ആളുകളെ മാത്രമല്ല നമ്മൾ യുവാക്കളായി കൂട്ടുന്നത്, ഏകദേശം 40 വയസ്സിനകത്തുള്ള ആളുകളെയൊക്കെ നമ്മൾ യുവാക്കളായി കൂട്ടും. അപ്പോൾ അവരും കൂടെയൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു 40% മുകളിൽ വരും ഇന്ത്യയുടെ ആകെ ജനസംഖ്യയിലെ യുവജന പ്രാതിനിധ്യം. അത് എങ്ങോട്ട് തിരിയും എന്ന രീതിയിൽ ചർച്ചകൾ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അത് സുനിശ്ചിതമാകും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന രീതിയിലുള്ള രാഷ്ട്രീയ നിഗമനങ്ങൾ വരികയാണ്. ഇനി അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയാകും. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും. ഒരിക്കൽ കൂടി BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. അതായത് CJPയുടെ നിലപാടുകൾ അടുത്ത ലോക്സഭാ ഇലക്ഷന് വളരെ നിർണായകമായിരിക്കും. ആരായിരിക്കും പ്രധാനമന്ത്രിയെ തീരുമാനിക്കുക, ആ പ്രസ്ഥാനം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള ആ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയാകുകയാണെങ്കിൽ അത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കും എന്ന ചർച്ചകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അല്ലെങ്കിൽ ജനവിധിയെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള ഘടകം അത് CJP തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളാണ്. മിക്ക പ്രാദേശിക പാർട്ടികളും രാഷ്ട്രീയ അന്ത്യത്തോടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. നമ്മൾ സംസ്ഥാനത്തെ രാഷ്ട്രീയം ഒന്ന് വീക്ഷിച്ചാൽ പണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ ശക്തമായിരുന്ന മിക്ക പാർട്ടികളും ഇന്ന് അന്ത്യശ്വാസം വലിക്കുന്നു, വെന്റിലേറ്ററാണെന്ന് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പാർട്ടി UPയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ വളരെ സ്ട്രോങ് ആയിരുന്ന BSP ബഹുജൻ സമാജ്വാദി എന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലോക്സഭയിൽ 0 സീറ്റാണ്. നിയമസഭയിൽ അവരുടെ ശക്തി കേന്ദ്രമായ UPയിൽ 403 സീറ്റിൽ മത്സരിച്ചിട്ടും ഒറ്റ സീറ്റിലാണ് വിജയിക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ കൻഷിറാമിൻ്റെയും ഒപ്പം മായാവതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ പിന്നോക്ക അസ്തിത്വം പറഞ്ഞ് നിലവിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ ഒരു കടന്നുകയറ്റത്തിൽ ചക്രശ്വാസം വലിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് UP ലഭിക്കുന്നത്. ഇനി മറ്റൊരു പ്രസ്ഥാനമെന്ന് പറയുന്നത് ആസാമിൽ നേരത്തെ ശക്തമായിരുന്ന അസം ഗണപരിഷത്താണ്. വളരെ വർഷം അസം ഭരിച്ച ആ പാർട്ടി ഇപ്പോൾ BJPയുടെ ഒരു ജൂനിയർ ഘടകകക്ഷിയായി അധപ്പതിച്ചിട്ടുണ്ട്. ആ പാർട്ടിയും ചക്രശ്വാസം വലിക്കുകയാണ്. ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന് പറയുന്ന പാർട്ടി 2024-ൽ 51 സീറ്റുകളിൽ മത്സരിച്ചിട്ട് വെറും 2 സീറ്റുകൾ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത്. ചൗധരി ദേവിലാലിൻ്റെയും ഓംപ്രകാശ് ചൗത്താലയുടെയും ഒക്കെ ആ പാർട്ടി അതും ചക്രശ്വാസം വലിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഉത്തരേന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും പ്രാദേശിക പാർട്ടികൾ അതൊരു BJPയുടെ കടന്നുകയറ്റത്തിൽ ഒക്കെ ചക്രശ്വാസം വലിച്ച് വെന്റിലേറ്ററിലായിരിക്കുന്ന അവസ്ഥയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ദേവഗൌഡ ജനതാദൾ എന്ന പാർട്ടി എടുത്താൽ BJPയുടെ സഹായത്തോടെ കർണാടകയിൽ ജീവൻ നിലർത്തിപ്പോകുന്നു എന്നേ ഉള്ളൂ. ബീഹാറിലെ ജനതാദൾ, അതായത് ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ്, അവിടെ നിതീഷ് കുമാറിനെ പുറത്താക്കി BJP മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ പാർട്ടിക്കും ഇനി അധികകാലം ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിലനിൽപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒറീസയിലെ ബിജു ജനതാദൾ ഏകദേശം അതിൻ്റെ കഥയും കഴിയാറായിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോക്സഭയിൽ അവർക്ക് സീറ്റുകളൊന്നുമില്ല ബിജു ജനതാദളിന്. അപ്പോൾ പ്രാദേശിക ഘടകകക്ഷികളൊക്കെയും BJP വിഴുങ്ങിക്കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രാദേശിക കക്ഷികളുടെയൊക്കെയും ഈ ചരമ കുറിപ്പിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മിക്ക സ്ഥലത്തും ഈ പ്രാദേശിക പാർട്ടികൾ ഒക്കെയും ചരമമടയുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽക്കുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്, അതായത് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ദേശവ്യാപകമായുള്ള പ്രസ്ഥാനങ്ങൾ. ഹരിയാനയിലാണെങ്കിൽ ലോക്ദളിൻ്റെയും ഇന്ത്യൻ ദളിൻ്റെയും ഒക്കെ ഈ അപക്ഷയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന ഒരു സത്യമുണ്ട്. ഒറീസയിലാണെങ്കിൽ ബിജു ജനതാദളിൻ്റെ പതനം അവിടെ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസും വലിയ രീതിയിൽ സീറ്റ് ഉയർത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഇലക്ഷനേക്കാൾ 2019 ഇലക്ഷനേക്കാൾ 5 സീറ്റിലധികം നിയമസഭയിൽ കോൺഗ്രസ് നേടിയിട്ടുണ്ട്.
മാത്രമല്ല വോട്ട് വിഹിതം 13.20% കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒറീസയിലെ ഒരു രാഷ്ട്രീയ ചിത്രം എടുക്കുകയാണെങ്കിൽ ബിജു ജനതാദളിന് ഇപ്പോഴും 40.67% വോട്ടുണ്ട്, കോൺഗ്രസിന് 13.20% വോട്ടുണ്ട്. ഈ രണ്ട് സഖ്യവും ചേർന്നാൽ അവിടെ BJPയെ പരാജയപ്പെടുത്താം എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മഹാരാഷ്ട്രയിലാണെങ്കിൽ ദിവസേന പല കഷ്ടങ്ങളായി പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശിവസേനയുടെ സാന്നിധ്യം അത് ഇല്ലാതാകുന്നു മഹാരാഷ്ട്രയിൽ. BJP വളരെ വേഗം തന്നെ ശിവസേനയുടെ ഒരു രാഷ്ട്രീയ അസ്തിത്വം ഇല്ലാതാക്കി മഹാരാഷ്ട്രയിൽ വളരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. തെക്കേ ഇന്ത്യയിൽ എടുത്താൽ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയാവുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി തെലുങ്കുദേശമാണ്. ആ പ്രസ്ഥാനത്തിന് വളരെ അപക്ഷയങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ നിന്നു പോകുന്നു. പക്ഷേ BJP ആണ് ആന്ധ്രാപ്രദേശിൽ ഘടകകക്ഷി. അവരിനി തെലുങ്കുദേശത്തെ വിഴുങ്ങുമോ എന്ന് നമ്മൾ കണ്ടറിയണം. തമിഴ്നാട്ടിലാണെങ്കിൽ ദീർഘകാലത്തേക്ക് BJPക്ക് അവിടെ പ്രവേശനമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ദ്രാവിഡ തനിമയിലൂന്നിയ രാഷ്ട്രീയമാണ് തമിഴ്നാട് എപ്പോഴും ചർച്ച ചെയ്യുന്നത്. വിജയുടെ TVKയും ഒപ്പം DMKയും AIDMKയൊക്കെ ചേർന്ന കളത്തിലേക്ക് BJPക്ക് ഒരു സാന്നിധ്യം അറിയിക്കുവാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അണ്ണാമലയൊക്കെ പാർട്ടി വിട്ട് സ്വതന്ത്രനായി നിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ധനുഷിനെ മുൻനിർത്തിയുള്ള ചില കളികൾ BJP തമിഴ്നാട്ടിൽ കളിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് പ്രാദേശിക തലങ്ങളിലൊക്കെയും പ്രാദേശിക കക്ഷികൾ, ഭാഷാടിസ്ഥാനത്തുള്ള കക്ഷികൾ അപ്രത്യക്ഷിതമാകുന്നത്, ആ സ്ഥലത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നത് ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും എന്നു തന്നെയാണ് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് പാറ്റകളുടെ സാന്നിധ്യം. ഈ പ്രാദേശിക പാർട്ടികളുടെ ഒരു നിലപാടുകളും പാറ്റകളുടെ സാന്നിധ്യവുമായിരിക്കും അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും പ്രാദേശിക കക്ഷികൾ മിക്കപ്പോഴും കോൺഗ്രസുമായിട്ട് അടുക്കുന്ന രീതിയിലേക്കുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം മിക്കപ്പോഴും അവർ BJPയുടെ ഘടകകക്ഷിയായിരുന്നു മിക്ക സംസ്ഥാനങ്ങളും. അസ്സാമിലാകട്ടെ അസ്സാം ഘടപരിഷത്ത്, ഒറീസയിലാകട്ടെ ബിജു ജനതാദൾ, ഇവരെപ്പോഴും BJPയുമായി ചേർന്ന് നിന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ BJP അവരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ആ സംസ്ഥാനങ്ങൾ വളർന്ന് അധികാരം പിടിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മിക്കപ്പോഴും ഘടകകക്ഷികളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് BJPയുടെ ഒരു രാഷ്ട്രീയ വളർച്ച എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ ഘടകകക്ഷികൾ മിക്കപ്പോഴും കോൺഗ്രസിലേക്ക്, ഇന്ത്യയിലേക്ക് നോക്കുന്നു എന്ന ചർച്ചകൾ വരികയാണ്. ഒന്നുകിൽ അവരുടെ നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വരും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ കോൺഗ്രസിലേക്ക് എത്തപ്പെടും, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിയിലെത്തും എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുണ്ടാകൂ എന്ന ഒരു വിശകലനം വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJPയെ നിയന്ത്രിക്കുന്ന RSS രാഷ്ട്രവ്യാപകമായിട്ട് BJPയെ ഒറ്റക്കക്ഷിയായി തീർക്കുവാൻ ശ്രമിക്കുന്നു, ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി BJPയായി തീർക്കുവാൻ ശ്രമിക്കുന്നു എന്ന വിശകലനം ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് വരെ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രാദേശിക കക്ഷികൾ, ഭാഷാടിസ്ഥാനത്തിലുള്ള കക്ഷികൾ അവരെങ്ങോട്ട് മറിയുന്നു, എങ്ങോട്ട് ചായുന്നു, ഒപ്പം പാറ്റകളുടെ സാന്നിധ്യം ആർക്കനുകൂലമായി ഉണ്ടാകുന്നു എന്നതാണ്. പാറ്റകൾ സ്വതന്ത്രരായി നിൽക്കുകയാണെങ്കിൽ അത് BJPക്കായിരിക്കും നേട്ടം. കോൺഗ്രസിൻ്റെ വോട്ടുകൾ അത് ഭിന്നിപ്പിച്ച് കളയും, BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കളയും. പക്ഷേ പാറ്റകൾ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുകയാണെങ്കിൽ BJPയുടെ നാലാമതൊരിക്കൽ കൂടി പ്രധാനമന്ത്രി സ്ഥാനം എന്ന മോഹം അത് വ്യാമോഹം മാത്രമായി അവശേഷിക്കും എന്നാണ് രാഷ്ട്രീയ നിരൂപണങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത്. അതായത് പാറ്റകളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 2029 ലോക്സഭാ ഇലക്ഷനിൽ. ഒപ്പം പ്രാദേശിക കക്ഷികൾ, തകർന്നുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കക്ഷികൾ എങ്ങോട്ട് പോകും, നിലനിൽപ്പിന് നിൽക്കുമോ അതോ വീണ്ടും ആത്മഹത്യാപരമായ തീരുമാനങ്ങൾ എടുക്കുമോ എന്ന ചർച്ചയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ ഓങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.